ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പിക്കിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറഞ്ഞ ടേം നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ രജിസ്റ്റർ, ഫയൽ രജിസ്റ്റർ ഒക്കെ ഡിസ്കസ് ചെയ്തപ്പം ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു സ്റ്റാറ്റസ് രജിസ്റ്ററിനെ കുറിച്ച്. നമ്മുടെ ALU CPU കോറായിട്ട് വരുന്ന ALU സെക്ഷനിൽ എന്തെങ്കിലും അരിതമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ALUയിൽ വരുന്ന റിസൾട്ട്, ആ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ റിസൾട്ട് എന്താണെന്നുള്ള സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, റിസൾട്ട് 0 ആണോ, നോൺ സീറോ വാല്യൂ ആണോ, നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ, റിസൾട്ടിൽ ക്യാരി ഉണ്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാരി ഉണ്ടോ, അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ ബിറ്റ്സ് ഓവർഫ്ലോ ആയി പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ കംപ്ലീറ്റ് സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രജിസ്റ്ററാണ് നമ്മുടെ സ്റ്റാറ്റസ് രജിസ്റ്റർ. ഓക്കെ, നമ്മുടെ പിക്കിലുള്ള ഈ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലാഗ് രജിസ്റ്ററിനെ തന്നെയാണ്. ഓക്കെ, സോ ബോത്ത് ആർ സെയിം, ഫ്ലാഗ് രജിസ്റ്റർ തന്നെയാണ് ആ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പിക്കിൻ്റെ ബാക്കി രജിസ്റ്റർ അല്ലെങ്കിൽ ഫയൽ രജിസ്റ്ററിനൊക്കെ പോലെ തന്നെ ഈ സ്റ്റാറ്റസ് രജിസ്റ്ററും 8-bit രജിസ്റ്ററാണ്. ദാറ്റ് മീൻസ് അവിടെ 8-bit ഡാറ്റ സ്റ്റോർ അല്ലെങ്കിൽ ഡാറ്റേൻ്റെ സ്ലോട്ട്സ് ആണുള്ളത്. ആ 8-bit ഡാറ്റ സ്ലോട്ട്സിൽ ഓൺലി നമ്മൾ 5 ബിറ്റ്സ് മാത്രമേ സ്റ്റാറ്റസ് രജിസ്റ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ബാക്കി ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. ബാക്കി 3 ടോട്ടൽ 8-bit ഉണ്ടെങ്കിലും ഓൺലി അതിൽ 5 ബിറ്റ്സ് മാത്രമാണ് നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്റർ അല്ലെങ്കിൽ ഫ്ലാഗ്സ് ആയിട്ട് പിക്കിൽ യൂസ് ചെയ്യുന്നത്, പിക്ക് 18 ഫാമിലിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആ 5 ബിറ്റ്സ് യൂസ് ചെയ്യുന്നില്ലേ, ആ ഓരോ ബിറ്റ്സിനെയും ഓരോ ഫ്ലാഗ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഫ്ലാഗ്സ് എല്ലാം തന്നെ കണ്ടീഷണൽ ഫ്ലാഗ്സ് ആണ്. കണ്ടീഷണൽ ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് അതിന് ഇൻഡിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ 5 ഫ്ലാഗ്സിൻ്റെ നെയിംസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അവർ ക്യാരി ഫ്ലാഗ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിജിറ്റൽ ക്യാരി, then third is the zero flag, then next one is overflow flag, and the last is negative flag. Okay, അപ്പം ഇതിൽ ഐ തിങ്ക് എല്ലാ ഫ്ലാഗ്സും നിങ്ങൾ ഓൾറെഡി ഫെമിലറൈസ്ഡ് ആണ് 8051-ൽ. ആകെ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ക്യാരി മാത്രമാണ് ഒരു നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നെയിം കേട്ടിട്ടെങ്കിലും പരിചയമില്ലാത്തത്. ബിക്കോസ് നമ്മൾ 51-ൽ ഓക്സിലറി ക്യാരി എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതേ സെയിം കാര്യം തന്നെയാണ്, ബട്ട് ഇവിടെ നെയിം ഡിജിറ്റൽ ക്യാരി എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് അങ്ങോട്ട് നമുക്ക് ഈ ഓരോ ഫ്ലാഗ്സിൻ്റെയും ഫർദർ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം എന്താണ് സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു. ആൻഡ് ഫ്ലാഗ് രജിസ്റ്റർ തന്നെയാണ് സ്റ്റാറ്റസ് രജിസ്റ്ററിന് യൂസ് ചെയ്യണേ. ആൻഡ് 8-bit രജിസ്റ്റർ ആണെന്നും പറഞ്ഞു. ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ആ 8-bit സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ ബിറ്റ് വൈസ് ഫോമാറ്റാണ്. D0 മുതൽ D7 വരെയാണ് നമ്മുടെ ബിറ്റ്സ്. D0 ഈസ് അവർ LSB ആൻഡ് D7 ഈസ് അവർ MSB ബിറ്റ്. ആൻഡ് ഈ 8-bit രജിസ്റ്ററിൽ നമ്മൾ 5 ഫ്ലാഗ്സ് ആണ് യൂസ് ചെയ്യണേ, കണ്ടീഷണൽ ഫ്ലാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കി 3 സ്ലോട്ട് യൂസ് ചെയ്യുന്നില്ല. ഫ്യൂച്ചർ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് അതവിടെ വെച്ചിരിക്കുക ആ സ്ലോട്ട്സ്. ആൻഡ് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ 5 കണ്ടീഷണൽ ഫ്ലാഗ്സ് ഈ 8-bit സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ ഏതൊക്കെ പൊസിഷനിലാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ നമ്മുടെ LSB എന്ന് നോക്കിയാൽ D0th ബിറ്റിലാണ് നമ്മൾ നമ്മുടെ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് D1st ബിറ്റിലാണ് ഡിജിറ്റൽ ക്യാരി ഫ്ലാഗ്, ആൻഡ് D2nd ബിറ്റിലാണ് സീറോ ഫ്ലാഗ്, ആൻഡ് D3ലാണ് നമ്മുടെ ഓവർഫ്ലോ ഫ്ലാഗ്, ആൻഡ് D4ത്തിലാണ് നമ്മുടെ നെഗറ്റീവ് ഫ്ലാഗ്. ബാക്കി D5, D6 ആൻഡ് D7 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യാത്ത മാറ്റിവെച്ചിട്ടുള്ള ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള 3 ബിറ്റ്സ്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി കമ്പയർഡ് ടു 8051. കാരണം 51-ന്റെ കേസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലോട്ട്സ് അല്ല നമ്മൾ ഫ്ലാഗ്സിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. D0 മുതൽ നിങ്ങൾക്ക് D4 വരെയാണ് നമ്മുടെ ബിറ്റ്സ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഓർഡർ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ക്യാരി, ഡിജിറ്റൽ ക്യാരി, സീറോ, ഓവർഫ്ലോ ആൻഡ് നെഗറ്റീവ്, ഈ 5 എണ്ണമാണ് പിക്ക് 18 ഫാമിലിയിലെ സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ ഫ്ലാഗ് ബിറ്റ്സ്. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഓരോ ഫ്ലാഗ് ബിറ്റ്സും അല്ലെങ്കിൽ ഓരോ ഫ്ലാഗ്സും എന്താണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഫ്ലാഗ് ക്യാരി ഫ്ലാഗ് ആണ്. നമ്മളതിന് ക്യാപിറ്റൽ C ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ക്യാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോജിക്കൽ ഓപ്പറേഷനോ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇവിടെ 8-ബിറ്റ് ഡാറ്റയാണ്. സോ രണ്ട് 8-ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 8-ബിറ്റിനെക്കാട്ടിലും മുകളിലാണ്. 8 ബിറ്റും കഴിഞ്ഞ് ഒരു 9th ബിറ്റിലും കൂടെ അതിൻ്റെ ഒരു ഡാറ്റ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ക്യാരി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ അങ്ങനെ ഒരു ഓവർഫ്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരി ഔട്ടിങ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത്. ഈ ക്യാരി ഫ്ലാഗ് അധികവും നമ്മൾ അൺസൈൻഡ് ബിറ്റിൻ്റെ ഓപ്പറേഷൻസ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും പറയാതെ നോർമൽ അൺസൈൻഡ് നമ്പേഴ്സിൻ്റെ അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷനിലാണ് നമ്മൾ അധികവും ക്യാരി എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും D7 ബിറ്റിൻ്റെ പുറത്തോട്ട് ലെഫ്റ്റിലോട്ട് ഒരു ക്യാരി ഔട്ട് ഉണ്ടെങ്കിൽ അതിനെ കാണിക്കാനാണ് ക്യാരി ഫ്ലാഗ്. അങ്ങനെ ക്യാരി ഔട്ട് ഉണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗിൻ്റെ അവിടെ C = 1 ആയിരിക്കും. ക്യാരി ഒന്നും ഇല്ലെങ്കിൽ C = 0 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്ലാഗ് ബിറ്റാണ് നമ്മുടെ ഡിജിറ്റൽ ക്യാരി ഫ്ലാഗ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ DC വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ ക്യാരി എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ ക്യാരി എന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ 8 ബിറ്റാണ് ഡാറ്റ അല്ലേ, 8 ബിറ്റാണ് ഡാറ്റ. അതിൽ 2 നിബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 0th ബിറ്റ് മുതൽ 3rd ബിറ്റ് വരെ ഫസ്റ്റ് നിബിളും 4th ബിറ്റ് മുതൽ 7th ബിറ്റ് വരെ സെക്കൻഡ് നിബിളും. അപ്പം ഈ ഡിജിറ്റൽ ക്യാരി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ നിബിളിൽ നിന്നും ഹയർ നിബിളിലേക്ക് ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ ആ ഡാറ്റ ട്രാൻസ്മിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റൽ ക്യാരി. ഇപ്പം ഈ ലോവർ നിബിളിൽ നിന്ന് ഹയർ നിബിളിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ നിബിളിൻ്റെ ഏറ്റവും MSB പൊസിഷൻ ഏതാ, D3 ആണ്. ഇനി ഹയർ നിബിളിൻ്റെ തൊട്ടടുത്തുള്ള പൊസിഷൻ ഏതാ, LSB പൊസിഷൻ D4 ആണ്. അപ്പം D3 ബിറ്റിൽ നിന്നും D4 ബിറ്റിലേക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ ഡ്യൂറിങ് എനി അരിതമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻ, അങ്ങനെ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ക്യാരി ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ സെയിം ഈ ഡിജിറ്റൽ ക്യാരീനെ നമ്മൾ 8051 ഓക്സിലറി ക്യാരി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെയിം തന്നെയാണ്, ഇവിടെ നെയിം മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ക്യാരി അധികവും BCD അഡീഷൻ അല്ലെങ്കിൽ BCD അരിതമെറ്റിക് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ് കോമൺലി. ബിക്കോസ് നിങ്ങൾക്കറിയാം BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ. ദാറ്റ് മീൻസ് ഒരു 4 ബിറ്റ് വെച്ചിട്ട് നമുക്ക് 0 മുതൽ 9 വരെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക BCDയിൽ. 9ൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ഇപ്പം ഹെക്സിൽ എഴുതുന്ന പോലെ 10, 11 അങ്ങനെ ഒന്നും BCDയിൽ എഴുതില്ല. 9ൻ്റെ മുകളിൽ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ BCD ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ നമ്പറിനെ BCD ആക്കി മാറ്റാൻ വേണ്ടി നമ്മളൊരു 6 എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് ആഡ് ചെയ്യും. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ D3 എന്ന് പറഞ്ഞ ബിറ്റിൽ നിന്ന് D4 എന്ന് പറഞ്ഞ ബിറ്റിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കും. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് ദ BCD ഓപ്പറേഷൻസിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാഗാണ് ഈ ഡിജിറ്റൽ ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ തേർഡ് ഫ്ലാഗാണ് സീറോ ഫ്ലാഗ്. സീറോ ഫ്ലാഗ് ഈസ് വെരി സിമ്പിൾ. നമ്മുടെ ഏതെങ്കിലും അരിതമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ALUയിൽ കിട്ടുന്ന റിസൾട്ടിൻ്റെ എമൗണ്ട് 0 ആണോ അല്ലെങ്കിൽ നോൺ സീറോ വാല്യൂ ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീറോ ഫ്ലാഗ്. കിട്ടുന്ന റിസൾട്ട് 0 ആണെങ്കിൽ സീറോ ഫ്ലാഗിൽ 1 ആയിരിക്കും, നോൺ സീറോ വാല്യൂ ആണെങ്കിൽ സീറോ ഫ്ലാഗിൽ 0 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് അവർ ഓവർഫ്ലോ ഫ്ലാഗ്. നമ്മൾ OV വെച്ചിട്ട് ക്യാപിറ്റൽ OV വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഓവർഫ്ലോ ഫ്ലാഗ് നമ്മളധികവും സൈൻഡ് നമ്പേഴ്സിൻ്റെ അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ക്യാരി ഫ്ലാഗ് പോലെ തന്നെ, പക്ഷേ ക്യാരി നമ്മൾ അൺസൈൻഡ് നമ്പറിലും ഓവർഫ്ലോ നമ്മൾ സൈൻഡ് നമ്പറിലുമാണ് യൂസ് ചെയ്യുക. അപ്പം ഒരു നമ്പറിൻ്റെ അല്ലെങ്കിൽ സൈൻഡ് നമ്പറിൻ്റെ ഇൻഡിക്കേഷൻ ചെയ്യുമ്പം, അതായത് പോസിറ്റീവ് അല്ലെങ്കിൽ നമ്പർ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നമ്പർ നെഗറ്റീവ് ആണോ എന്നാണല്ലോ സൈൻഡ് നമ്പറിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യണം. ആ നമ്പറിൻ്റെ സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ D7 എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം D0 മുതൽ D7 എന്ന് പറഞ്ഞുള്ള ബിറ്റാണുള്ളത് 8 ബിറ്റിൽ. അപ്പോൾ ആ D7-ലെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാം. അപ്പം
അങ്ങനെയുള്ള ഒരു സൈൻഡ് നമ്പേഴ്സിൻ്റെ എന്തെങ്കിലും അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നടന്ന് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ട് ഈ സൈൻ ബിറ്റിനെയും കടന്ന് എഗെയിൻ ഓവർഫ്ലോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർഫ്ലോ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇറ്റ്സ് ലൈക്ക് എ ക്യാരീനെ പോലെ തന്നെയാണ്, പക്ഷേ ക്യാരി നമ്മൾ അൺസൈൻഡ് നമ്പറിലും ഓവർഫ്ലോ നമ്മൾ സൈൻ നമ്പേഴ്സിലുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഫ്ലാഗ് ആണ് നെഗറ്റീവ് ഫ്ലാഗ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് അതേപോലെ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സൈൻഡ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻ അതിന് വേണ്ടിയിട്ടാണ്, അതിലാണ് ഈ നെഗറ്റീവ് ഫ്ലാഗ് അധികം യൂസ് ചെയ്യുക. അപ്പം തന്നിട്ടുള്ള ഒരു ബൈനറി ഡാറ്റ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷം ALUവിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഡാറ്റ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ള ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ നെഗറ്റീവ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ D0 മുതൽ D7 വരെയല്ലേ 8 ബിറ്റ്, അതിൽ D7th ബിറ്റിൻ്റെ പൊസിഷനിലുള്ള വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് പറയാം. D7th ബിറ്റിൽ 0 ആണെന്നുണ്ടെങ്കിൽ കിട്ടിയ റിസൾട്ടിൻ്റെ അരിതമെറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ALUവിൽ കിട്ടിയ റിസൾട്ടിൻ്റെ D7th ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് നമ്പർ എന്ന് പറയാം. അപ്പം നെഗറ്റീവ് ഫ്ലാഗ് 0 ആയിരിക്കും. ഓക്കെ, ഇനി D7th ബിറ്റ് 1 ആണെങ്കിൽ നെഗറ്റീവ് ഫ്ലാഗ് 1 ആവും. ദാറ്റ് മീൻസ് ദ റിസൾട്ട് ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ എന്നുള്ള ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. സോ സെയിം പറഞ്ഞ പോലെ ഓവർഫ്ലോ ഫ്ലാഗും നെഗറ്റീവ് ഫ്ലാഗും നമ്മൾ സൈൻഡ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇത്രയാണ് നമ്മുടെ പിക്ക് 18 ഫാമിലീൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ ഫ്ലാഗ്സ് എന്ന് പറയുന്നത് 5 എണ്ണം: ക്യാരി, ഡിജിറ്റൽ ക്യാരി, 0, ഓവർഫ്ലോ ആൻഡ് നെഗറ്റീവ്. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്റ്റാറ്റസ് രജിസ്റ്ററിലെ ഫ്ലാഗ് ബിറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസിനെയാണ്. ഓക്കെ, അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആഡ് LW ഇൻസ്ട്രക്ഷൻ്റെ എഫക്റ്റാണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഈ ആഡ് LW എന്താ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അഡീഷൻ ഓപ്പറേഷൻ ഓഫ് എ ലിറ്ററൽ വാല്യൂ വിത്ത് കണ്ടന്റ് ഓഫ് വർക്ക് രജിസ്റ്ററാണ്. സോ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന റിസൾട്ട് നമ്മുടെ ഫ്ലാഗ് ബിറ്റ്സിനെ എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് ആണ് നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ആഡ് LW എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ നമ്മുടെ 5 ഫ്ലാഗ് ബിറ്റ്സിനെയും എഫക്റ്റ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ. ബട്ട് നമ്മളിവിടെ ഓൺലി അൺസൈൻഡ് നമ്പേഴ്സാണ് അധികവും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ചെക്ക് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഫെർദർ സ്ലൈഡ്സിലൊക്കെ ഉള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മൾ അധികവും ക്യാരി ഫ്ലാഗിൻ്റെയും ഡിജിറ്റൽ ക്യാരി ഫ്ലാഗിൻ്റെയും അതുപോലെ 0 ഫ്ലാഗിൻ്റെ ഒക്കെ ബിറ്റ്സ് ആണ് ചെക്ക് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് വി ആർ യൂസിങ് ഓൺലി ദ അൺസൈൻഡ് നമ്പേഴ്സ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഈ എല്ലാ ഫ്ലാഗ്സിനെയും അഫക്റ്റ് ചെയ്തോളണമെന്നില്ല. ചില ഇൻസ്ട്രക്ഷൻസ് ഒരു ഫ്ലാഗ്സിനെ അഫക്റ്റ് ചെയ്യാത്തുണ്ട്, ലൈക്ക് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ബട്ട് ചിലതൊക്കെ എല്ലാ ഫ്ലാഗ്സിനെയും, അതായത് ആഡിങ് ഇൻസ്ട്രക്ഷൻ, സബ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷൻ, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഈ 5 ഫ്ലാഗ് ബിറ്റ്സിനെയും എഫക്റ്റ് ചെയ്തെന്ന് വരും. ചില എന്താ പറയുക നോപ്പ് അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ ഈ വരുന്ന 5 ഫ്ലാഗ് ബിറ്റ്സിനെ എഫക്റ്റ് ചെയ്യാത്തതും ഉണ്ട്. അങ്ങനെ പല കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പം ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും അതിൻ്റെ ഫോമാറ്റും അത് എങ്ങനെ ഫ്ലാഗ്സിനെ എഫക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിക്കുമ്പോൾ നോക്കും. ഇപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ മാത്രമേ നമ്മൾ ഫ്ലാഗ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് രജിസ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നോക്കാം. ഓക്കെ, നമ്മുടെ ക്യാരി, ഡിജിറ്റൽ ക്യാരി, 0 ഈ 3 ഫ്ലാഗ് ബിറ്റ്സും എങ്ങനെയാണ് ഒരു റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാനുള്ള ഒരു കുഞ്ഞു പ്രോഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ഒരു 2 ഹെക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ 3 ഫ്ലാഗ് ബിറ്റ്സ് വരുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ അഡീഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഹെക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ 38Hഉം ദാറ്റ് മീൻസ് 38 ഹെക്സും ആൻഡ് 2FXും ആണ്. അപ്പം ഇതിൻ്റെ പ്രോഗ്രാം ഒന്നുമില്ല, ആകെ 2 ലൈനേ ഉള്ളൂ. നമുക്ക് ആദ്യം 38 വർക്ക് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യണം, അതിനുശേഷം 2F ആയിട്ട് ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ മൂവ് LW space 38 ചെയ്തു. അപ്പം വർക്ക് രജിസ്റ്ററിൽ 38 ആയി.
ദെൻ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു ആഡ് LW സ്പേസ് 2F. അപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 38ഉം 2Fഉം തമ്മിൽ അഡീഷൻ നടക്കും ഇല്ലേ. അപ്പം അഡീഷൻ ചെയ്യുന്നത് നമ്മൾ ഹിയർ ഞാൻ ഹെക്സിലും അതേപോലെ ബൈനറിയിലും കാണിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറിയിൽ അഡീഷൻ ചെയ്താലേ നമുക്കതിൽ ഡിജിറ്റൽ ക്യാരീൻ്റെ ട്രാൻസ്മിഷൻ ഉണ്ടോയെന്ന് വൃത്തിക്ക് കാണാൻ പറ്റുള്ളൂ. ഹെക്സിൽ ചെയ്താൽ ഇറ്റ്സ് നോട്ട് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റൂല. പിന്നെ അഡീഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങ് ചോദിച്ചായിരുന്നു ഈ നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. പക്ഷെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. അപ്പം ഐ തിങ്ക് എല്ലാവരും നമ്പർ സിസ്റ്റം മീൻസ് എല്ലാ നമ്പർ സിസ്റ്റത്തിലും ഫ്ലുവൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. സോ ഹെക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ നിങ്ങൾക്കറിയും, ബൈനറിയും ആഡ് ചെയ്യാൻ അറിയും. സോ രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 38ഉം 2Fഉം ചെയ്തപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഹെക്സ് അഡീഷൻ ചെയ്തപ്പം 67 വന്നു. 67 എന്ന് പറയുന്നത് എന്താ പറയുക 8 ബിറ്റ് തന്നെയാണ്, 8 ബിറ്റിന് മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബൈനറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സെയിം അഡീഷൻ ചെയ്തപ്പോൾ നമുക്ക് 67 തന്നെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പം ബൈനറി നോക്കുകയായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഫ്ലാഗ്സ് പറയാനായിട്ട്. അപ്പം ആദ്യം തന്നെ റിസൾട്ട് നോൺ സീറോ വാല്യൂ ആണ് വന്നിട്ടുള്ളത്, സീറോ അല്ലല്ലോ. അപ്പം എന്തായാലും സീറോ ഫ്ലാഗിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, സീറോ ഫ്ലാഗ് 0 ആയിരിക്കും. ബിക്കോസ് നമുക്കൊരു നോൺ സീറോ വാല്യൂ റിസൾട്ടായിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യാരി ഫ്ലാഗ് പറയാം. ഇവിടെ ക്യാരി വന്നിട്ടുണ്ടോ, അതായത് 8 ബിറ്റ് കഴിഞ്ഞ് അടുത്തൊരു ബിറ്റ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, 8 ബിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ റിസൾട്ട്. അപ്പം അവിടെ ക്യാരി ഫ്ലാഗിനും ഇല്ല. അപ്പം സിയും 0 ആണ്, ക്യാരി ഫ്ലാഗിൻ്റെ ബിറ്റും 0 ആയിരിക്കും. ബട്ട് ഡിജിറ്റൽ ക്യാരി ഫ്ലാഗ് അവിടെ ഒക്കർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അഡീഷൻ പെർഫോം ചെയ്തപ്പം D3 ബിറ്റിൻ്റെ പൊസിഷനിൽ ആഡ് ചെയ്തപ്പം 1ഉം 1ഉം ആണ്, രണ്ടും കൂടെ ആഡ് ചെയ്ത 0 വിത്ത് ക്യാരിയാണ് വരുന്നത്. ആ ക്യാരി നമ്മൾ D4 ബിറ്റിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ആക്ച്വലി അവിടെ അഡീഷനിൽ D3 ബിറ്റിൽ നിന്നും D4 ബിറ്റിലേക്ക് ഒരു ക്യാരി ട്രാൻസ്മിഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ ക്യാരി നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് വെരി സിമ്പിൾ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് അടുത്തൊരു പ്രോഗ്രാമും കൂടെ നോക്കാം. നെക്സ്റ്റ് നമ്മൾ ക്യാരി ആൻഡ് ഡിജിറ്റൽ ക്യാരി ആൻഡ് സീറോ ഫ്ലാഗ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷൻ പ്രോഗ്രാം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ യൂസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് നമ്മളങ്ങ് മാറ്റി 9Cയും അതുപോലെ 64 ഈ 2 നമ്പേഴ്സാണ് ആഡ് ചെയ്യുന്നത്. സോ നേരത്തെ യൂസ് ചെയ്ത സെയിം 2 ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് മൂവ് LW സ്പേസ് 9C. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് W രജിസ്റ്ററിൽ 9C ലോഡ് ആവും. ദെൻ വി ആർ പെർഫോമിങ് അവർ അഡീഷൻ ഓപ്പറേഷൻ. സോ ആഡ് LW സ്പേസ് 64H. അപ്പം ഈ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 9Cയും 64ഉം കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഞാൻ ബോത്ത് ഹെക്സിലും ബൈനറിയിലും എഴുതിയിട്ടുണ്ട്. സോ ബൈനറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെക്സ് ആണെങ്കിലും ഇറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് സിംപ്ലി ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാവും ദർ ഇസ് എ ക്യാരി. അതായത് നമ്മൾ ആഡിഷൻ ചെയ്തപ്പം 2 8 ബിറ്റ് നമ്പേഴ്സാണ് ആഡ് ചെയ്തത്. പക്ഷേ റിസൾട്ട് 9 ബിറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് ആൻ എക്സ്ട്രാ ബിറ്റ്. 8th ബിറ്റിൽ നിന്ന് 9th ബിറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്. അപ്പം അവിടെ ക്യാരി ഉണ്ട് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സോ ക്യാരി ഫ്ലാഗിന് നമ്മൾ 1 കൊടുത്തു. 1 ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേറ്റ് ആവും, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് സീറോ ഫ്ലാഗിൻ്റെ കേസാണ്. എഗെയിൻ റിസൾട്ട് നമുക്ക് എന്താ വന്നിട്ടുള്ളത്? റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ 8 ബിറ്റാണ് റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ. അപ്പം നമ്മുടെ ഈ അഡീഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആ 8 ബിറ്റ് എന്താ നോക്കിയേ, ഫുൾ 0 അല്ലേ. അപ്പോൾ റിസൾട്ട് എന്തായിട്ട് എടുക്കുക? 0 ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ സീറോ ഫ്ലാഗ് സെറ്റായി. ദെൻ അതിന് ശേഷം നമുക്ക് എന്താ നോക്കണ്ടേ? ഡിജിറ്റൽ ക്യാരി. എഗെയിൻ ഇവിടെയും D3 ബിറ്റിൽ നിന്നും അഡീഷൻ ചെയ്യുമ്പം D4 ബിറ്റിലേക്ക് ഒരു ക്യാരി ട്രാൻസ്മിഷൻ ഉണ്ട്. അപ്പം ഡിജിറ്റൽ ക്യാരി ഫ്ലാഗും സെറ്റായി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. Okay, here we are discussing one more example, because from the previous examples you guys will understand about the carry and zero flag, and now we are discussing mainly about the digital carry. Okay, നേരത്തെ 2 എക്സാമ്പിൾസിലും നിങ്ങൾ നോക്കിയപ്പോൾ എന്തായാലും ക്യാരി ആൻഡ് സീറോൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നേരത്തെ 2 എക്സാമ്പിളും ഡിജിറ്റൽ ക്യാരി ഒക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം
ഈ ഒരു എക്സാമ്പിൾ ഞാൻ വെച്ചാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്യാരി ഇല്ലാണ്ട് വരുന്ന ഒരു എക്സാമ്പിൾ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് അതും ഈസിലി മനസ്സിലാവും ഡിജിറ്റൽ ക്യാരീൻ്റെ കണ്ടീഷൻ. സോ എഗെയിൻ നമ്മൾ അഡീഷൻ ഓപ്പറേഷൻ വിത്ത് 2 hex numbers. ഫസ്റ്റ് വൺ ഈസ് 88 ആൻഡ് സെക്കൻഡ് ഈസ് 93. ഇവർ രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ബോത്ത് ഇൻ ഹെക്സ് ആൻഡ് ബൈനറിയിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബൈനറിയിലെ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വെരി ക്ലിയർ ആയിട്ട് ക്യാരീൻ്റെയും സീറോ ഫ്ലാഗിൻ്റെയും കണ്ടീഷൻ മനസ്സിലാവും. ദർ ഇസ് എ ക്യാരി, അതുകൊണ്ട് ക്യാരി ഫ്ലാഗ് സെറ്റായി. നോൺ സീറോ റിസൾട്ടാണ്, അപ്പം സീറോ ഫ്ലാഗ് 0 ആയിരിക്കും. ഇനി ഡി സി ആണ് നമുക്ക് നോക്കേണ്ടത്. ഡി സിയിൽ നോക്കണമെങ്കിൽ നിങ്ങൾ ഈ അഡീഷൻ്റെ ബൈനറി അഡീഷൻ്റെ D3 ബിറ്റിൻ്റെ പൊസിഷൻ നോക്കുക. D3 ബിറ്റിൽ 1ഉം 0യും കൂടെ ആഡ് ചെയ്യുന്നത്. സോ 1ഉം 0 ആഡ് ചെയ്താൽ 1 തന്നെ അവിടെയുള്ളൂ. അതൊന്നും പ്രത്യേകിച്ച് D4ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനില്ല. അപ്പം അവിടെ ഒരു ഡിജിറ്റൽ ക്യാരി ട്രാൻസ്മിഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് ഡി സി ഫ്ലാഗ് 0. ഓക്കെ, ഇപ്പം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ 3 ഫ്ലാഗ്സും എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഫ്ലാഗ്സ് എങ്ങനെയാണ് വന്ന അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ ഒരു ടേബിളാണുള്ളത്. ആ ടേബിളിൽ ഫ്ലാഗ് ബിറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ഇൻസ്ട്രക്ഷനും ഏതൊക്കെ ഫ്ലാഗ് ബിറ്റ്സിനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനും കൂടെ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഓരോ ഇൻസ്ട്രക്ഷനും ഞാൻ ഡീപ്പായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമുക്ക് അവിടെ വരുമ്പോൾ നോക്കാം. ബട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഫോർ യുവർ നോളേജ് ഞാനിത് വെച്ചു എന്ന് മാത്രം. ഓരോ ഇൻസ്ട്രക്ഷനും ഫസ്റ്റ് ഇത് നമ്മൾ നോക്കിയാൽ നമ്മുടെ ആഡ് ഇൻസ്ട്രക്ഷനാണ്. ലിറ്ററൽ വാല്യൂവും W രജിസ്റ്ററിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ W രജിസ്റ്ററും ഫയൽ രജിസ്റ്ററിൻ്റെ ഉണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് W രജിസ്റ്റർ, ഫയൽ രജിസ്റ്റർ ആൻഡ് ക്യാരി. ഈ 3 ആഡ് ഓപ്പറേഷൻ നോക്കിയാലും അല്ലെങ്കിൽ ആഡ് ഇൻസ്ട്രക്ഷൻ നോക്കിയാലും ഈ നമ്മുടെ 5 ഫ്ലാഗ്സും ആ ആഡ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഓപ്പറേഷൻ കാരണം അഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലായി. പിന്നെ നെക്സ്റ്റ് വരുന്നത് 2 ആൻഡ് ഓപ്പറേഷൻസ് ആണ്. ആൻഡിൽ ഓൺലി സീറോ ഫ്ലാഗ് ആണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ക്ലിയർ ആണ് അടുത്ത് വന്നിട്ടുള്ളത്, അതിൽ സീറോ ഫ്ലാഗ് മാത്രമാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. സോറി, ആൻഡിൻ്റെ കേസിൽ സീറോ ഫ്ലാഗും നെഗറ്റീവ് ഫ്ലാഗും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ ഇൻസ്ട്രക്ഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എഫക്റ്റ് ആവുന്ന ഫ്ലാഗ്സും ഏതൊക്കെയാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഡോണ്ട് കെയർ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എക്സ് മീൻസ് ഡോണ്ട് കെയർ. അവിടെ 0 ആണെങ്കിൽ ആവാം, 1 വേണമെങ്കിൽ ആവാം. ദാറ്റ് മീൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലാഗിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ വാല്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്ലാഗ്സിനെ കണ്ടീഷണൽ ഫ്ലാഗ്സ് എന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നത്, അതായത് ഫ്ലാഗ്സിൻ്റെ വാല്യൂവിനെ നമ്മളൊരു കണ്ടീഷനായിട്ട് എടുത്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഫ്ലോനെ നമ്മൾ കൺട്രോൾ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഫ്ലാഗ്സിനെ നമ്മൾ കണ്ടീഷണൽ ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ലൈക്ക് വൈസ് ഇപ്പം നമ്മുടെ ഫ്ലാഗിൽ ക്യാരി വരുന്നുണ്ടോ എന്ന് നോക്കും. ക്യാരി ഉണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ നോർമൽ സീക്വൻസ് വേണമെങ്കിൽ നമുക്ക് മാറ്റി വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്തൊരു കേസ് ഇപ്പം നെഗറ്റീവ് നമ്പർ ഉണ്ടോ നോക്കി അങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ എപ്പോഴും നമ്മുടെ ഫ്ലാഗ്സിനെ നമ്മൾ പ്രോഗ്രാം സീക്വൻസിൻ്റെ കണ്ടീഷൻ, അതായത് സീക്വൻസ് ഫ്ലോനെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനധികവും നമ്മൾ കണ്ടീഷണൽ ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ 5.1-ൽ നിങ്ങൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫെമിലറൈസ്ഡ് ആണെങ്കിൽ അവിടെ നമ്മൾ JNC ജമ്പ് ഓൺ നോൺ ക്യാരി, അതുപോലെ JC ജമ്പ് ഓൺ ക്യാരി, അതുപോലെ JNZ, JZ, ഇങ്ങനെ DJNZ, ഇങ്ങനെ കുറേ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതെല്ലാം നമ്മൾ ഈ ക്യാരീസിൻ്റെ കണ്ടീഷൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം വേയിൽ നമ്മൾ പിക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ജമ്പിങ് യൂസ് ചെയ്തു, ഇവിടെ ലെറ്റർ മാറി ബ്രാഞ്ചിങ് ആണ് യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ 5 ഫ്ലാഗ് ബിറ്റ്സും അതുമായിട്ട് വരുന്ന കണ്ടീഷൻ ഇൻസ്ട്രക്ഷൻസും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് BC, ദാറ്റ് ഈസ് ബ്രാഞ്ച് ഇഫ് ക്യാരി ഈസ് ഇക്വൽ ടു 1. അതായത് ക്യാരി 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജമ്പ് ചെയ്യാം ടു ദ ഗിവൺ ലൊക്കേഷൻ. ഓക്കെ, സെക്കൻഡ് ഈസ് ബ്രാഞ്ച് ഇഫ് ക്യാരി ഈസ് ഇക്വൽ ടു 0, നോ ക്യാരി, ബ്രാഞ്ച് ഇഫ് നോ ക്യാരി, അപ്പോൾ ക്യാരി ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യുക. ദെൻ തേർഡ് ഈസ് ബ്രാഞ്ച് ഇഫ് സീറോ ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ട്, 0 റിസൾട്ട് ആണെങ്കിൽ ജമ്പ് ചെയ്യുക. അടുത്ത് ബ്രാഞ്ച് ഇഫ് നോൺ സീറോ, 0 റിസൾട്ട് അല്ല എന്നുണ്ടെങ്കിൽ ജമ്പ് ചെയ്യുക. ദെൻ ബ്രാഞ്ച് ഇഫ് നെഗറ്റീവ്. ഓക്കെ, ദെൻ അടുത്ത് തെറ്റാണ്, സോറി, നോ നെഗറ്റീവ്, BNN വേണ്ടേ.
അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് തരാം. ഓക്കെ, നിങ്ങളൊന്ന് നോട്ടിൽ എഴുതുമ്പില്ലേ അത് കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, then next is BOV, that means branch if overflow, flag is set. Then BNOV, branch if overflow is not set. Okay, ഇത്രയാണ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ അക്കോർഡിംഗ് ടു അവർ 5 flags. ഇതിൽ ആ നെഗറ്റീവിൻ്റെ കണ്ടീഷൻ ഇതിൽ എഴുതിയിട്ടുള്ള തെറ്റാണ്. പ്ലീസ് നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് നോട്ടിൽ എഴുതുമ്പോൾ ശരിയാക്കണേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിക്കിൻ്റെ ഡാറ്റ ഫോമാറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് പിക്ക് 18 ഫാമിലിയിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പിലുള്ള നമ്പർ സിസ്റ്റംസ് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ പിക്കിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഫസ്റ്റ് നമുക്ക് പിക്കിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം പിക്ക് 18 ഫാമിലി കൺട്രോളർ എന്ന് പറയുന്നത് 8-bit വൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി പിക്കിൻ്റെ ഉള്ളിലെ ഡാറ്റ ടൈപ്പ് 8-bit ആയിരിക്കണം. കാരണം നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഈ പിക്ക് 18 ഫാമിലിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 8-bit ഡാറ്റയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലെ മെജോറിറ്റി ഓഫ് ഹാൻഡ്ലിംഗ് രജിസ്റ്റേഴ്സ് എല്ലാം 8-bit ആണ്. സോ നമ്മുടെ ഡാറ്റ ടൈപ്പും അപ്പം 8-bit ആയിരിക്കണമല്ലോ. ഇനി ഇൻ കേസ് നമ്മൾ 8-bitനേക്കാളും വലിയ ഡാറ്റയൊക്കെ പിക്കിൽ 18 ഫാമിലിയിൽ പ്രോസസ്സ് ചെയ്യും, പക്ഷേ അത് ഡയറക്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പകരം ആ വലിയ ഡാറ്റേനെ നമ്മൾ 8-bitൻ്റെ ബ്രോക്കൺ ചെയ്ത് 8-bit ആക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പിന്നെ നമുക്ക് സൈൻഡ് നമ്പേഴ്സും പിക്ക് ഫോമാറ്റിൽ യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പിക്കിൻ്റെ ഡാറ്റ ഫോമാറ്റും അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഡാറ്റ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റത്തിൽ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡാറ്റ ഫോമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നമ്മളിപ്പം തൊട്ട് മുമ്പ് വരെ ചെയ്ത എല്ലാ പ്രോഗ്രാംസിലും നമ്മൾ യൂസ് ചെയ്തത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ് അല്ലേ. അപ്പം അത് പിക്കിന് പിക്കിൻ്റെ അസംബ്ലറിൽ അത് ഓക്കെയാണ്, ഇൻബിൽഡാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ വേറെ ഏതൊക്കെ ഡാറ്റ ഫോമാറ്റ്സ് നമുക്ക് പിക്കിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫർദർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജനറലി 4 ടൈപ്പാണ് 4 വേസ് ഓഫ് ഡാറ്റയാണ് നമുക്ക് പിക്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പിക്ക് അസംബ്ലറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അതൊന്ന് ഹെക്സ് നമ്പർ, ദെൻ ബൈനറി നമ്പേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും പ്രോഗ്രാമിൽ, ആൻഡ് ഡെസിമലും കൊടുക്കാം, ആൻഡ് ആസ്കി ഫോമാറ്റും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ 4 എണ്ണമാണ് നമ്മൾ പിക്ക് 18 ഫാമിലിയിൽ ഡാറ്റ ഫോമാറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ 4 എണ്ണം എങ്ങനെയാണ് ഏത് രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പിക്കിൻ്റെ ഡാറ്റ ഫോമാറ്റ് പിക്ക് അസംബ്ലർ 4 ടൈപ്പ് ഫോമാറ്റ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഹെക്സ്, ബൈനറി, ഡെസിമൽ ആൻഡ് ആസ്കി. അപ്പോൾ ഇല്ലേ നമ്മൾ ആദ്യം ഹെക്സ് നമ്പേഴ്സിൻ്റെ കേസാണ് നോക്കുന്നത്. അപ്പം പിക്ക് അസംബ്ലറിൽ ഹെക്സ് നമ്പേഴ്സ് തന്നെ നമുക്ക് 4 ഡിഫറെൻറ്റ് രീതിയിൽ കൊടുക്കാൻ പറ്റും. ആ 4 ഡിഫറെൻറ്റ് വേ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കേസ് നമ്മൾ ഇത്രയും യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്ന തന്നെയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ നമ്പറിൻ്റെ കൂടെ എച്ച് എന്ന് പറഞ്ഞ ലെറ്റർ, അത് ക്യാപിറ്റലോ സ്മോളോ ആവാം, കേസ് സെൻസിറ്റീവ് അല്ല. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഏതാണോ ഒരു നമ്പർ യൂസ് ചെയ്യണേ അതിൻ്റെ തൊട്ട് ഫോളോ ബാക്ക് ആയിട്ട് ആ എച്ച് എന്ന് പറഞ്ഞ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റ് വേ ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹെക്സ് നമ്പർ. എൻ്റെ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൂവ് LW സ്പേസ് 88H. ആ എച്ച് എന്നുള്ളത് ക്യാപിറ്റലോ സ്മോൾ ലെറ്ററോ ആവാം. ഓക്കെ, ദെൻ നമ്മുടെ ഹെക്സ് നമ്പറിന്റെ അടുത്ത ഇൻഡിക്കേഷൻ ഫോമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറിന്റെ തൊട്ട് മുന്നിലായിട്ട് 0x എന്നുള്ളത് പ്ലേസ് ചെയ്യുക. ആ 0xലെ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലോ സ്മോളോ ആവാം, പ്രശ്നമില്ല. അപ്പം അതിന്റെ എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മൂവ് LW സ്പേസ് 0x88. അതിൽ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററോ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററോ നമുക്ക് യൂസ് ചെയ്യാം. ഹിയർ എക്സ് എന്നുള്ളത് ഹെക്സാഡെസിമലിന്റെ ഇൻഡിക്കേഷൻ തന്നെയാണ്. ആൻഡ് നമ്മുടെ തേർഡ് ഫോമാറ്റ് ഹെക്സ് നമ്പർ പ്ലേസ് ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്പർ മാത്രം അവിടെ കൊടുക്കുക. അതിന്റെ കൂടെ എച്ചോ ഹെക്സോ ഒന്നിന്റെ ആവശ്യമില്ല. ജസ്റ്റ് എന്താണോ നമ്മൾ കൊടുക്കുന്ന നമ്പർ അത് അവിടെ കൊടുത്തോളാം. നമുക്കറിയാം ഹെക്സാഡെസിമൽ നമ്പേഴ്സ് 0 മുതൽ F വരെയാണ് ബേസ്. അതിൽ 0 മുതൽ 9 വരെയുള്ള നമ്പറിന്റെ ഏത് കോമ്പിനേഷൻ ആണെങ്കിലും നമുക്കൊരു പ്രശ്നമില്ലാണ്ട് ഡയറക്റ്റ് ആ നമ്പേഴ്സ് അവിടെ കൊടുക്കാം. പക്ഷെ
ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ലൈക്ക് ABCD to F വരെയുള്ള ആൽഫബറ്റ്സ് ആണ് ഹെക്സിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സ്മോൾ പ്രോബ്ലം. ബിക്കോസ് ആൽഫബറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ സിമ്പിളായിട്ട് ഇപ്പം E5 എന്ന് പറഞ്ഞ ഒരു ആൽഫബറ്റാണ് നമ്മൾ E5 എന്ന് പറഞ്ഞൊരു നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈയുടെ മുമ്പിൽ നമ്മളൊരു 0 ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു എററായിട്ട് എടുക്കും, അല്ലെങ്കിൽ ഇൻവാലിഡ് കണ്ടീഷൻ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ 3 ഫോമാറ്റ് കഴിഞ്ഞു. അടുത്തതാണ് ദ ലാസ്റ്റ് വൺ. അതും കേസ് സെൻസിറ്റീവ് അല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറിന്റെ തൊട്ട് മുന്നിലെ H പ്ലേസ് ചെയ്യുക. അത് ക്യാപിറ്റലോ സ്മോളോ ആവാം. അതിനുശേഷം നമ്പർ ഒരു സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കാം. എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൂവ് LW സ്പേസ് H സിംഗിൾ കോട്ട്സിൽ നമ്മുടെ നമ്പർ. ആ H ക്യാപിറ്റലോ സ്മോളോ ആവാം, കേസ് സെൻസിറ്റീവ് അല്ല. ഓക്കെ, ഈ 4 രീതിയാണ് നമ്മുടെ പിക് അസംബ്ലറിൽ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് കൊടുക്കാനുള്ളത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തേർഡ് മെത്തേഡ് ഇല്ലേ, അതായത് മൂവ് LW സ്പേസ് 88, അതായത് 88 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്താൽ തന്നെ പിക്കിന് അത് മനസ്സിലാവും ഹെക്സ് ആണ്. അപ്പം ചില സമയങ്ങളിലെ നമ്മൾ ഇതിന്റെ കൂടെ ഇപ്പം മൂവ് LW 88H എന്ന് കൊടുത്തു എന്ന് വെച്ചോ, അപ്പം അതൊരു എറർ അല്ലെങ്കിൽ വാർണിംഗ് ആയിട്ട് കാണിക്കും. കാരണം എന്താ വെച്ചാൽ 88 എന്ന് കൊടുത്താൽ തന്നെ പിക്കിന് അറിയാം അത് ഹെക്സ് ആണ്. അപ്പൊ H എന്തിനാന്നുള്ള രീതിയിൽ ഒരു വാർണിംഗ് പോലെ വരും. ബട്ട് അത് എറർ ഒന്നല്ല, ബട്ട് ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 4 നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള 4 വേ നമ്മൾ പറഞ്ഞു. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് അടുത്ത സ്ലൈഡിലുണ്ട്. ഓക്കെ, നമ്മുടെ ആ 4 ഡിഫറെന്റ് ഫോമാറ്റ്സും വരുന്ന രീതിയിൽ ഒരു ചെറിയ പ്രോഗ്രാം എഴുതിയിരിക്കുകയാണ്. ജസ്റ്റ് അഡീഷൻ വേറെ ഒന്നുമില്ല. അപ്പം ഇവിടെ ഒരു 5 ലൈനുള്ള പ്രോഗ്രാമാണ്. അതിൽ നമ്മുടെ ആ 4 ഡിഫറെന്റ് മെത്തേഡ്സും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഇതിൽ 25 എന്ന് പറഞ്ഞ വാല്യൂ W രജിസ്റ്ററിലേക്ക് കൊടുക്കുകയാണ്. അപ്പം മൂവ് LW സ്പേസ് 25 സിംപ്ലി നമ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഇൻഡിക്കേഷനുമില്ല, H ഓ X ഓ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ കൂടെ നമ്മുടെ പിക്ക് അത് 25 ഹെക്സ് വാല്യൂ ആണെന്ന് റീഡ് ചെയ്തിട്ട് W രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു മെത്തേഡാണ് നമ്മുടെ 0x നമ്പറിന്റെ മുമ്പിൽ കൊടുക്കുന്നത്. ആ ഒരു രീതിയിലുള്ള എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അതിന് ജസ്റ്റ് ആഡ് LW സ്പേസ് 0x11. സോ ഇങ്ങനെ കൊടുത്താൽ 11 എന്ന് പറയുന്നത് ഹെക്സ് വാല്യൂ എന്ന് കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് W രജിസ്റ്ററിന്റെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യും. റിസൾട്ട് അഗെയിൻ W രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ദെൻ അടുത്ത തേർഡ് ലൈനിൽ നമ്മൾ അടുത്ത എക്സാമ്പിൾ ആണ്, അതായത് നെക്സ്റ്റ് ഫോമാറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആഡ് LW സ്പേസ് 12H. ഹിയർ H ക്യാപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അഗെയിൻ എന്താണ് 12 എന്ന് പറയുന്നത് ഹെക്സ് വാല്യൂ ആയിട്ട് റീഡ് ചെയ്യും. അതും നേരത്തെ എന്താണോ പ്രീവിയസ്ലി W രജിസ്റ്ററിന്റെ ഉള്ളിൽ റിസൾട്ട് ഉള്ള അതുമായിട്ട് ആഡ് ചെയ്യും. അഗെയിൻ വരുന്ന റിസൾട്ട് പിന്നെയും W രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, നമ്മുടെ അടുത്ത ഫോമാറ്റ് ആണ് ഫോർത്ത് ലൈനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ആഡ് LW സ്പേസ് H കോഡ്സിന്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ 2A. അപ്പം 2A അഗെയിൻ നമ്മുടെ ഹെക്സ് വാല്യൂ ആയിട്ട് എടുക്കും. അഗെയിൻ അതിന്റെ ആഡിങ് ഓപ്പറേഷൻ നടക്കും. റിസൾട്ട് W രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ആൻഡ് ലാസ്റ്റ് ഫോമാറ്റ് അഗെയിൻ ആഡ് LW സ്പേസ് 2CH. H സ്മോൾ ലെറ്ററിൽ കൊടുത്തു. അഗെയിൻ 2C എന്ന് പറയുന്നത് ഒരു ഹെക്സ് നമ്പർ ആയിട്ട് തന്നെ എടുക്കും, അഡീഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് ഏതൊക്കെ ഫോമാറ്റിൽ ഹെക്സ് നമ്പേഴ്സ് പിക്ക് അസംബ്ലറിൽ അല്ലെങ്കിൽ പിക്കിൽ യൂസ് ചെയ്യാന്നുള്ളത്. ആൻഡ് ഇതിന്റെ എങ്ങനെയൊക്കെ ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ 2 എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, ആൽഫബറ്റ്സ് വരികയാണെങ്കിൽ A to F വരികയാണെങ്കിൽ അതിന്റെ മുമ്പിൽ 0 ഇൻഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആൽഫബറ്റിന്റെ വാലിഡ് കണ്ടീഷന്റെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡാറ്റ ഫോമാറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ പിക്കിന്റെ നെക്സ്റ്റ് ഡാറ്റ ഫോമാറ്റ് ആണ് ബൈനറി നമ്പർ. ഓക്കെ, ഹെക്സിൽ നമുക്ക് 4 രീതിയിൽ റെപ്രസെന്റ് ചെയ്യായിരുന്നു. പക്ഷെ ബൈനറിയിൽ ഓൺലി ഒരൊറ്റ വേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ സിംപ്ലി നമ്മുടെ ബൈനറി ആണെന്നുള്ള ഇൻഡിക്കേഷൻ ഒരു B ലെറ്റർ എഴുതുക. അത് ക്യാപിറ്റലോ സ്മോളോ ആവാം. അതിനുശേഷം ഒരു സിംഗിൾ കോട്ട് ഇടുക. അതിനുശേഷം നമ്മുടെ 8-bit ബൈനറി നമ്പർ അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ ബൈനറി ആണെന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് ഓട്ടോമാറ്റിക്കലി അവിടെ റീഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂവ് LW space B single quotes and the corresponding binary 8-bit number കൊടുത്തു. അപ്പം ആ 8-bit നമ്പർ എന്ന് പറഞ്ഞാൽ 99 അല്ലേ. അപ്പം ആ 99 ഓട്ടോമാറ്റിക്കലി W രജിസ്റ്ററിലേക്ക് മാറും.
ഇതേപോലെ 1-2 എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബി ക്യാപ്സിലോ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലോ എഴുതാൻ പ്രശ്നമില്ല. ഇനി സിംഗിൾ കോട്ട്സ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ഫോമാറ്റ് ഏതായിരുന്നു? ഡെസിമൽ അല്ലേ, അത് നോക്കാം. ഓക്കെ, പിക്കിൻ്റെ നെക്സ്റ്റ് ഡാറ്റ ഫോമാറ്റാണ് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് പിക്കിൽ 2 വേയിലാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പിൽ ക്യാപിറ്റൽ ഡി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഡി എഴുതുക ആൻഡ് നമ്പർ ഒരു സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ഫോമാറ്റ്. കേസ് സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഡിയോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഡി ഏത് വേണമെങ്കിലും ആവാം. ദെൻ അത് ഫസ്റ്റ് ഫോമാറ്റ്. ദെൻ സെക്കൻഡ് ഫോമാറ്റ് എന്ന് പറയുന്നത് നമ്പറിന് മുമ്പിൽ ഒരു ഡോട്ട് കൊടുക്കുക, ദെൻ നമ്പർ എഴുതുക. ഓക്കെ, ഈ 2 രീതിയാണ് നമുക്ക് പിക്കിൽ ഡെസിമൽ നമ്പേഴ്സ് കൊടുക്കാൻ. അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്താ? മൂവ് LW സ്പേസ് ഡി കോട്ട്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ 12 ഇട്ടിട്ടുണ്ട്. അപ്പം 12 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പറാണ് നമ്മൾ വർക്ക് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പം 12 എന്ന് പറഞ്ഞ ഡെസിമലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും ഡബ്ല്യൂയിൽ മൂവ് ചെയ്യുന്നത്. അപ്പം 12ൻ്റെ കറസ്പോണ്ടിങ് ഹെക്സ് എന്ന് പറയുന്നത് 0C. അപ്പം ഡബ്ല്യു രജിസ്റ്ററിൽ ശരിക്കും പറഞ്ഞാൽ 0C ലോഡാവും. അതിന് അടുത്ത ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മൂവ് LW സ്പേസ് ഡി സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ 37. അപ്പം 37 ഈസ് എ ഡെസിമൽ. അപ്പം ആ 37 ഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് വാല്യൂ ആയിരിക്കും നമ്മുടെ ഡബ്ല്യു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സ് 25H അതാണ് ഡബ്ല്യു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. ദെൻ അടുത്ത ലൈനിൽ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ആഡ് LW സ്പേസ് ഡി സിംഗിൾ കോട്ട്സിൽ 17. അതായത് ഡബ്ല്യു രജിസ്റ്ററിലെ വാല്യൂ ഡെസിമൽ 17ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡബ്ല്യു രജിസ്റ്ററിൽ 25 ഉണ്ട് ഇല്ലേ? ആൻഡ് ഡെസിമൽ 17ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് എടുക്കും. ആ ഹെക്സ് ആയിരിക്കും നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഡെസിമൽ 17ൻ്റെ ഹെക്സ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് 11ഉം 25ഉം കൂടെ ആഡ് ചെയ്യും. അപ്പം 11ഉം 25ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 36 ഇൻ ഹെക്സ്. അപ്പം അതായിരിക്കും റിസൾട്ട് ഡബ്ല്യു രജിസ്റ്ററിൽ ഉണ്ടാവുക. ഡെസിമൽ ആയിട്ടാണ് നമ്മൾ കൊടുത്തെങ്കിലും അവിടെ ഹെക്സ് വാല്യൂയിലേക്ക് ഓട്ടോമാറ്റിക് കൺവേർഷൻസ് നടക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം നമ്മുടെ ഫസ്റ്റ് വേ ആയിരുന്നു. ഈ സെക്കൻഡ് വേയിൽ എന്താ? ഡോട്ട് വാല്യൂ അല്ലേ, ഡോട്ട് ഇട്ടിട്ട് വാല്യൂ കൊടുക്കുന്നതല്ലേ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂവ് LW സ്പേസ് ഡോട്ട് 12. അപ്പോൾ ഡോട്ട് 12 എന്ന് കൊടുത്താൽ ഡെസിമൽ 12 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സ് ഡബ്ല്യു രജിസ്റ്ററിൽ ലോഡാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ഐ തിങ്ക് ആസ്കി, അത് നോക്കാം. ഓക്കെ, നമ്മുടെ പിക്കിൻ്റെ ഫോർത്ത് ഡാറ്റ ടൈപ്പാണ് ആസ്കി നമ്പേഴ്സ്. ആസ്കി നമുക്ക് പിക്കിൽ 2 രീതിയിൽ കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ അല്ലെങ്കിൽ ഒരു സ്മോൾ ലെറ്റർ എ എഴുതുക, അതിനുശേഷം സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്പർ പ്ലേസ് ചെയ്യുക. അത് ആസ്കി ആയിട്ട് എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫോമാറ്റ് എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ആസ്കി ആയിട്ടാണ് പിക്ക് റീഡ് ചെയ്യുക. ഓക്കെ, ഇനി ആസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പം ആസ്കി അധികം കോമൺ ആയിട്ട് പിക്കിൽ യൂസ് ചെയ്യാറില്ല. എന്നിരുന്നാൽ കൂടെ ബേസിക് കുറച്ച് ആസ്കി നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് 0 മുതൽ 9 വരെയുള്ള ആസ്കിയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഹെക്സ് വാല്യൂ എന്ന് പറയുന്നത് 30 മുതൽ 39 വരെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇനി ആസ്കിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റത്തേത് മൂവ് LW സ്പേസ് എ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ 2. അപ്പം 2 എന്ന് പറഞ്ഞ ആസ്കി നമ്പർ നമ്മൾ ഡബ്ല്യു രജിസ്റ്ററിലേക്ക് മാറ്റണം. അപ്പം 2ന് കറസ്പോണ്ടിങ് ഹെക്സ് വാല്യൂ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം 32 ആയിരിക്കും നമ്മുടെ ഡബ്ല്യു രജിസ്റ്ററിലേക്ക് എത്തുക. അതേപോലെ അടുത്ത ഇതെന്ന് പറയുന്നത് മൂവ് LW സ്പേസ് എ കോട്ട്സിൻ്റെ ഉള്ളിൽ 9. അപ്പോൾ 9 എന്ന് പറഞ്ഞ ആസ്കി ഡബ്ല്യുവിലേക്ക് മൂവ് ചെയ്യണം. അപ്പം 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 39 ഹെക്സ് ആയിരിക്കും ഡബ്ല്യു രജിസ്റ്ററിൽ എത്തുക. പിന്നെ അടുത്തത് ഒരു അഡീഷൻ ഇൻസ്ട്രക്ഷനാണ് ആഡ് LW സ്പേസ് എ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ 1. സോ ഹിയർ 1 എന്ന് പറഞ്ഞ ആസ്കിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സ് 31 ആണ്. അപ്പോൾ 31ഉം 39ഉം കൂടെ ആഡ് ചെയ്യും, റിസൾട്ട് ഡബ്ല്യു രജിസ്റ്റർ തന്നെ ഉണ്ടാവും. ദെൻ അടുത്ത ആസ്കിൻ്റെ റെപ്രസെൻറ്റേഷൻ ഞാൻ പറഞ്ഞായിരുന്നു കോട്ട്സിൻ്റെ ഉള്ളിൽ, അതാണ് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. മൂവ് LW സ്പേസ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ 9. അപ്പം 39 എന്ന് പറഞ്ഞ നമ്പർ ഓട്ടോമാറ്റിക്കലി ഡബ്ല്യു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു ആസ്കി സ്ട്രിങ്സ് ഒന്നും നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. ഇൻ കേസ് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡിഫൈൻ ബൈ ഡയറക്റ്റീവിലാണ് യൂസ് ചെയ്യുക. അതത്ര നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല.